യെസ്. എന്തായി ബോൾ നോക്കിയില്ല. ബേസ് ഓഫ് ഗോൾ കീപ്പിംഗ്. ഫസ്റ്റ് തിങ് eyes on the ball. It's very important. Eyes on the ball. ബോൾ നോക്കാണ്ട് നമ്മൾ മൂവ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്ടാവുക? ബോൾ വരെ കാണാൻ പറ്റുമോ? So when you are taking movement, always eyes on the ball. രണ്ട് വിഷനാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ബോളിന്റെ മേലും പ്ലേയേഴ്സിന്റെ മേലും ഗോൾ കീപ്പർ പ്ലേയേഴ്സിന്റെ ഡിഫൻസിന്റെ ലൈനിൽ നമുക്ക് എന്ത് ചെയ്യുന്ന വിഷയം വേണ്ടത്, അല്ലെങ്കിൽ ഓൺ ദി ഫീൽഡ് മൂവ്മെന്റ്സ് ഒരിക്കലും എന്ത് ചെയ്യുന്നത് താഴെ നോക്കിയിട്ട് ബോൾ നോക്കാണ്ട് താഴെ നോക്കിയിട്ട് എടുത്തിട്ട് കാര്യണ്ടാ ഇല്ല. എപ്പോഴും മൂവ്മെന്റ് ബോൾ വാച്ച് ചെയ്ത് യെസ്. രണ്ട് വിഷയം വേണ്ട. യെസ്, താഴെ നോക്കണം, ബോൾ നോക്കണം. യെസ്. ഞാൻ പറഞ്ഞിട്ടാണോ അടിക്കുക? അല്ല, അവരെപ്പോ ആണെങ്കിലും അടിക്കുക. നമ്മളെടുത്ത ഒരു വിഷയം എടുത്ത് താഴെ പോയി കഴിഞ്ഞാൽ ആ സമയത്ത് അവർ അടിക്കുക. അപ്പൊ എന്തുണ്ടാവും? തീരുമാനമായില്ലേ? ഓക്കെ, നമ്മൾ ഡൗൺ ആയി ടീം തോൽക്കും. സോ വെൻ യു ഓൾവേസ് ടേക്കിംഗ് ദി മൂവ്മെന്റ്, ഓൾവേസ് ഐസ് ഓൺ ദി ബോൾ. കോച്ച് നോക്കിക്കേ, കോച്ചിന്റെ മൂവ്മെന്റ് നോക്കിക്കേണ്ട. യെസ് കടാ. യെസ് യെസ്. ആ യെസ്. ബോൾ മാത്രം വാച്ച് ചെയ്യാനുള്ള കോച്ച് കേട്ടാ. അതിൻ്റെ കൂടെ കോച്ച് എന്ത് ചെയ്യണേ? മൂവ്മെന്റ് കൂടി നടത്തും. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഗോൾ കീപ്പിംഗ് നിൽക്കേണ്ടത്. നമ്മൾ എന്തിനാ ട്രെയിൻ ചെയ്യണത്? കളിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പൊ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ എങ്ങനെ ട്രെയിൻ ചെയ്യണം? എങ്ങനെയാണോ കളിക്കണത് അതേപോലെ ട്രെയിൻ ചെയ്യണം. എങ്ങനെയാണോ കളിക്കണത് അതേപോലെ ട്രെയിൻ ചെയ്യണ്ടേ? നമുക്ക് എക്സാം എഴുതാന് നമ്മൾ ടെസ്റ്റ് പേപ്പർ ഉണ്ട്. എക്സാമിന് എഴുതുന്ന രീതിയിൽ ടെസ്റ്റ് പേപ്പറിൽ എഴുതിയാലേ നമുക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. ടെസ്റ്റ് പേപ്പറിൽ വേറെ എഴുതി, മറ്റേ മെയിൻ എക്സാമിന് വേറെ തോന്നിയ പോലെ എഴുതി മാർക്ക് കിട്ടുമോ? ക്ലിയർ ആയോ? അണ്ടർസ്റ്റാൻഡ് ആയോ? ഓക്കെ.